ഹായ് ഫ്രണ്ട്സ്, ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ പോലെ പൂർണ്ണ വളർച്ചയെത്തി നിൽക്കുന്നതോ എന്നാൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ പോലെ ശൈശവ ദശയിലോ അല്ലാത്ത ഈ രണ്ട് കാറ്റഗറികൾക്ക് ഇടയിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ പൊതുവെ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള അത്തരം സ്റ്റോക്കുകളാണ് ഈ ഒരു സെഗ്മെന്റിൽ പെടുന്നത്. അപ്പോൾ പൊതുവെ 5000 കോടി മുതൽ 20,000 കോടികൾക്കിടയിലുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളെയാണ് മിഡ് ക്യാപ്പ് എന്ന് പറയാറുണ്ടെങ്കിലും നിഫ്റ്റിയിലെ ടോപ്പ് 101 സ്റ്റോക്ക് മുതൽ 250 വരെയുള്ള 150 സ്റ്റോക്കുകളിൽ ഉൾപ്പെടുന്ന കമ്പനികളെ മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 20,000 കോടിക്ക് മുകളിലാണെങ്കിലും അത് മിഡ് ക്യാപ്പ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ സ്മോൾ ക്യാപ്പിൻ്റെ അത്ര റിസ്ക് ഇല്ലാത്തതും എന്നാൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്ക് പോലെ അത്ര സ്റ്റേബിൾ അല്ലാത്തതുമായ സ്റ്റോക്കുകളാണ് ഈ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ. അപ്പോൾ അത്തരത്തിലുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്ന സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒടുവിലത്തെ ക്വാർട്ടറിലെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 60.59% നിന്നും 62.90% ആയിട്ട് വർദ്ധിച്ചതായി കാണാം. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 11.75% നിന്നും 13.74 ആയിട്ടും വർദ്ധിച്ചതായിട്ട് കാണാം. കൂടാതെ ഈ സ്റ്റോക്കിൽ 7.62% പബ്ലിക് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ടേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും വലിയ തോതിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായും പരിഗണിക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. ഈ കമ്പനിയുടെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ 2023 മാർച്ചിൽ ഇതിൻ്റെ ബോറോയിങ്സ് 4295 കോടിയായിരുന്നു. അന്ന് അതിൻ്റെ റിസർവ് 2605 കോടിയാണ്. അപ്പോൾ അവിടെ ആ ബോറോയിങ്സും റിസർവും തമ്മിലുള്ള ഒരു അന്തരം വളരെ വലുതായിരുന്നു. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോസ് 2-ന് അന്നുണ്ടായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 2024 ബോറോയിങ്സ് 4550 ഉണ്ടെങ്കിലും അതിൻ്റെ റിസർവ് 3328 എന്ന് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ആ ഒരു അന്തരം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.04 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഡെറ്റ് റിഡക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനുകളും വളരെ ഇംപ്രസീവ് ആണ്. ഇപ്പോൾ ഫോക്കോ അഥവാ ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് സ്റ്റോർസ്, ഇതിനാണ് നമ്മൾ പോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷനാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ അത് വളരെ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറയുകയും എന്നാൽ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകും. ഇവർ UK, US പോലെയുള്ള രാജ്യങ്ങളിൽ ഏകദേശം 25-30ഓളം ഷോറൂമുകൾ തുറക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രവാസി സമൂഹത്തെയാണ് ഇവർ ശരിക്കും ലക്ഷ്യം വെക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 123 എന്നുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ എൻട്രി എടുക്കുന്നത് ഒരിക്കലും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമുക്കൊരു ഡിപ്പിന് എപ്പോഴും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ ഡിപ്പിലും സിപ്പ് മോഡലിൽ കുറച്ചായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നമുക്ക് നീങ്ങാൻ പറ്റുന്ന ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അടുത്ത സ്റ്റോക്ക് ഭാരതി ഹെക്സാകോം ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ലിസ്റ്റിംഗ് നടന്നത് ഈ വർഷമാണ്. ഏപ്രിൽ 12-ാം തീയതിയായിരുന്നു അതിൻ്റെ IPO ലിസ്റ്റിംഗ്. 570 രൂപയായിരുന്നു IPO പ്രൈസ്. ലിസ്റ്റിംഗ് ഡേയിൽ 813 എന്ന പ്രൈസിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതായത് ഏകദേശം 42% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് അത് നേടിക്കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ് 1459 രൂപയാണ്. അതായത് 161% ടോട്ടൽ ഗെയിനാണ് ഇതിൻ്റെ IPO ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വെറും 6 മാസത്തെ ഒരു ഷോർട്ട് ടേം പീരീഡിലാണ് ഇത്ര വലിയൊരു നേട്ടം ഈ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആയിട്ട് കാണാൻ കഴിയുന്നത് 70% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള ഭാരതി എയർടെലാണ്. അപ്പോൾ തീർച്ചയായും ഈ സ്റ്റോക്കിൻ്റെ ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഈ ഒരു ഗ്രോത്തിന് കാരണമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഭാരതി എയർടെലിൻ്റെ പിന്തുണ തന്നെയാണ്. ഭാരതി ഹെക്സാകോം എന്ന് പറയുന്നത് അതിൻ്റെ ബിസിനസ് രാജസ്ഥാൻ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് ടെലികോം സർക്കിളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവർ ആ ഒരു സർക്കിളിലെ 37.6% മാർക്കറ്റ് ഷെയറുള്ള സെക്കൻഡ് ലാർജസ്റ്റ് വയർലെസ് മൊബൈൽ ഓപ്പറേറ്റേഴ്സാണ് ഈ ഹെക്സാകോം. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം വന്ന് ഡാറ്റ അതുപോലെ തന്നെ വോയിസ് സർവീസസിലൂടെ ഏകദേശം 98% റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹോം ആൻഡ് ഓഫീസിലേക്കുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻ നോക്കുകയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് 80 മില്യൺ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ആണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ PEയും സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആയിട്ട് കാണാൻ കഴിയുക. 79 എന്നുള്ള PE റേഷ്യോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതും നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ചെറിയ തോതിൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഭാരതി ഹെക്സാകോം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്.
അടുത്തൊരു സ്റ്റോക്ക് KPIT ടെക്നോളജീസ് ആണ്. വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു സ്റ്റോക്കാണിത്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് 42,000 കോടി കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവർ ഗ്ലോബലായിട്ട് ഓട്ടോമോട്ടീവ് മൊബിലിറ്റി ഇക്കോസിസ്റ്റം, നമുക്കറിയാം സോഫ്റ്റ്വെയർ ഡിഫൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളുകൾ ആണ് ഭാവിയിൽ വരാൻ പോകുന്നത്. ടെസ്ലയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണത്. അവിടെയാണ് ഇവർ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഡ്രിവൺ കാറുകൾ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ, അതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ഡിസൈൻ ഡെവലപ്മെൻറ്റ് ഒക്കെയാണ് ഈ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് യൂറോപ്പിലും USA-യിലും ജപ്പാൻ, ചൈന, തായ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ക്ലയൻറ്റ് ബേസ് നോക്കുകയാണെങ്കിൽ BMW, ടൊയാറ്റ, റെനോൾട്ട്, ബെൻസ്, GM, ജാഗ്വാർ തുടങ്ങിയിട്ടുള്ള വേൾഡിലുള്ള ലീഡിംഗ് കാർ കമ്പനികളൊക്കെ ഇവരുടെ ക്ലയൻസ് ആണ്. ഈ കമ്പനിയുടെ ROC നോക്കുക 38.4 ROE 31.2, 30% ROEയും ROCയും രേഖപ്പെടുത്തുന്ന വളരെ ശക്തമായ ഫണ്ടമെന്റൽസ് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക. ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോഴത്തെ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മീഡിയൻ PE 68.5 ആയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE 57.9. നല്ല വാല്യുവേഷനിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റൊബോട്ടിക് ഡ്രിവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് കമ്പ്യൂട്ടർ ഡ്രിവൺ ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒരു ലോകമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്ത സ്റ്റോക്ക് KEI ഇൻഡസ്ട്രീസ് ആണ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ കഴിഞ്ഞ നവംബർ മാസം വൻതോതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ പറയുന്ന KEI ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. നമുക്കിവിടെ കാണാൻ കഴിയും ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 16% ഉണ്ടായിരുന്ന ഹോൾഡിംഗ് ഇപ്പോൾ 20% ഉയർത്തിയതായിട്ട് കാണാം. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. EHV കേബിൾസ്, HT കേബിൾസ്, LT കേബിൾസ് ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് KEI ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് 3 വർഷത്തെ CAGR 25%, ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ 17%. പ്രോഫിറ്റിലും ഇതേപോലെ 29% CAGR ഗ്രോത്ത് ആണ്. ട്രെയിലിംഗ് 12 മന്ത്സിൽ 18%. അപ്പോൾ ഇവർ 5,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത കപ്പാസിറ്റിയുള്ള സനന്ദിലെ ഇവരുടെ പ്രൊജക്റ്റ് FY 25-26 കമ്മീഷൻ ചെയ്യും എന്നാണ് അവരുടെ കോൺകോളിൽ പറയുന്നത്. കൂടാതെ അഡീഷണൽ ആയിട്ട് 500-700 കോടിയുള്ള ഒരു അഡീഷണൽ ക്യാപെക്സ് ഇവരുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 17% ഒരു ഗ്രോത്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിങ് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ ക്യാപെക്സ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇവർ വിറ്റഴിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഡീലിലൂടെ. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ആ ഒരു ബൈബാക്ക് പ്ലാനുകളും ഇവർ കോൺകോളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് KEI ഇൻഡസ്ട്രീസ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ PE 68 എന്നുള്ള സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ള വാല്യുവേഷനിലാണ്. അപ്പോൾ ഒരു ഡിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത സ്റ്റോക്ക് ഫിനിക്സ് മിൽസ് ആണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഇവർ പ്രധാനമായിട്ടും മാളുകൾ ഓപ്പറേറ്റ് ചെയ്യുക, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ ഡെവലപ്മെൻറ്റ്സ്, കൂടാതെ ഹോട്ടൽ ബിസിനസ്, ഇതിലൊക്കെയുള്ള ഒരു കമ്പനിയാണ്. ഇവർ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള റീറ്റെയിൽ മാൾ ഡെവലപ്പറാണ്. 0.64% സ്ക്വയർ മീറ്ററിൻ്റെ റീറ്റെയിൽ സ്പേസ് ഉള്ള 9 മാളുകൾ ഇവർക്ക് 6 സിറ്റികളിലുണ്ട്. മൊത്തത്തിൽ ഇവർ 2.11 മില്യൺ സ്ക്വയർ മീറ്ററിൻ്റെ മാളുകൾ അക്രോസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു ലീസ് ഒക്യുപ്പൻസി നോക്കുകയാണെങ്കിൽ 78 മുതൽ 97% വരെ ഇവരുടെ ആ ഒരു ലീസിങ് നടത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. 3 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ റീറ്റെയിൽ സ്പേസ് ഇവർ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അത് 2027 കംപ്ലീറ്റ് ആവും എന്നാണ് അവരുടെ കോൺകോളിൽ പറയുന്നത്. കൂടാതെ ഇവർക്ക് കമേഴ്ഷ്യൽ ഓഫീസസ്, ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ ബിസിനസ്സിൻ്റെ ആ ഒരു പോർട്ട്ഫോളിയോ, അതുപോലെ ഇവരുടെ റെസിഡൻഷ്യൽ ബിസിനസ്, ഇതെല്ലാം ഒരു ഗ്രോയിങ് സ്റ്റേജിലാണെന്ന് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ കൂടാതെ ഇവർ റീസെൻ്റായിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ, കോയമ്പത്തൂർ പോലെയുള്ള സിറ്റികളിൽ ഇവർ അക്വിസിഷൻസ് നടത്തുന്നുണ്ട്. കൂടാതെ ചണ്ഡീഗഡ്, മൊഹാലി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവർ റീറ്റെയിൽ ഈ ലീസിങ് സ്പേസുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഏകദേശം 2030 ആകുമ്പോഴത്തേക്കും അതൊക്കെ ഓപ്പറേഷനിലാകുമെന്നാണ് ഇവരുടെ കോൺകോളിൽ പറയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ PEയും വളരെ ഹൈ ആയിട്ടുണ്ട്. ഇപ്പോൾ 60 എന്ന PEയിലാണ് കാണാൻ കഴിയുക. ഇപ്പോൾ ഒരു ഡിപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും. അപ്പോൾ ഇവിടെ പരാമർശിച്ചുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ എന്ന ഉദ്ദേശത്തിലൂടെ ആയിരിക്കണം എൻട്രി ചെയ്യേണ്ടത്. അല്ലാതെ ഷോർട്ട് ടേം ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഈ സ്റ്റോക്കുകൾ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പറയാൻ കഴിയില്ല. ചെറിയ തോതിൽ സിപ്പ് മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നല്ലത്. കാരണം ഇതൊക്കെ ഹൈ PEയിലാണ് പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഹൈ PEയിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപകടകരമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫ്ലക്ച്വേഷൻ ഇതിൻ്റെ പ്രൈസിൽ അടുത്ത 6 മന്ത്സിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത്.
അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.